ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 തേർഡ് ചാപ്റ്റർ പാരലൽ ലൈൻസിലെ പേജ് നമ്പർ 50-ൽ വരുന്ന നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലമാണ്. അതിൽ എക്സസൈസിലെ 4th പ്രോബ്ലം. അപ്പോൾ അതിൽ നമുക്കൊരു പിക്ചർ ഇതുപോലെ തന്നിട്ടുണ്ട്. പിന്നെ അവർ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ദ ട്രയാങ്കിൾ എ ബി സി, ഇതാണ് നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ ബ്ലൂ ട്രയാങ്കിൾ. ഇൻ ദ ദ ലൈൻ പാരലൽ ടു എ സി, അതായത് എ സിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ പിയിൽ കൂടെ പോകുന്നുണ്ട്. അത് ഓൺ ബി സി, അതായത് ബി സിമ കിടക്കുന്ന ഒരു പോയിൻ്റാണ് പി. അതിൽ കൂടെയാണ് ഈ എ സിക്ക് പാരലായി ലൈൻ പോകുന്നുണ്ട്. അത് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ക്യൂവിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അത് ഈ എ സിക്ക് പാരലാണെന്നാണ് പറയുന്നത്. എ സി എന്ന് പറഞ്ഞാൽ ഈ സൈഡിന് പാരലാണ് ഈ ഗ്രീൻ ലൈൻ. അതിനെ ഒരു സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് എ സിക്ക് പാരലായിട്ടുള്ള ഒരു വരച്ചിരിക്കുന്ന ലൈൻ പി എന്ന് പറയുന്ന പോയിൻ്റ്, അത് ബി സിയിലാണ് കിടക്കുന്നത് അല്ലേ. ബി സി എന്ന് പറയുന്ന ലൈനിലാണ് ഈ പി കിടക്കുന്നത്. അത് എന്തിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ബി എയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്നത് എ സിക്ക് പാരലാണ്. അതാണ് നമ്മളോട് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ദ ലൈൻ പാരലൽ ടു എ പി ത്രൂ ക്യൂ. അത് കഴിഞ്ഞിട്ട് എ പി എന്ന് പറയുന്ന ഒരു ലൈൻ പോകുന്നുണ്ട്. അതെന്താണ്? അത് പാരലൽ ടു എ പി. അതായത് ഈ എ ക്യൂ എന്ന് പറയുന്ന എ പി എന്ന് പറയുന്ന ലൈൻ ആർക്ക് പാരലാണ്? ഈ ക്യൂ ആറിന് പാരലാണ്. അതാണ് ഇവിടെ പറയുന്നത്, പാരലൽ ടു എ പി ത്രൂ ക്യൂ മീറ്റ് ബി സി. ക്യൂ മീറ്റ് ബി സി എന്ന് പറഞ്ഞാൽ ബി സിയിൽ ആർ എന്ന് പറയുന്ന പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നു. നിങ്ങളിത് സൂക്ഷിച്ച് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ക്യൂ ആർ എന്ന് പറയുന്നതിനെയാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. ദ ലൈൻ പാരലൽ ടു എ പി എന്ന് പറയുന്നത് ഈ എ പിക്ക് പാരലായിട്ട് വേറൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന ലൈനിലെ ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി സി എന്ന് പറയുന്ന ലൈനിൽ ആറിൽ എൻഡ് ചെയ്യുന്ന ഒരു ലൈനാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ ക്യൂ ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എ സിയും ഈ ക്യൂ പിയും എന്താണ്? പാരലാണ്. അതുപോലെ എ പിയും ആർ ക്യൂവും പാരലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ പാരലൽ ലൈൻസ്? ഈ രണ്ട് റെഡ് ലൈൻസും അതുപോലെ ഈ ഗ്രീൻ ലൈനും ഇവിടുത്തെ നമ്മുടെ ഈ എ സി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയും ചെറുതായിട്ടൊരു ഗ്രീൻ കൊടുക്കാം. ഈ രണ്ട് ഗ്രീനുകളാണ് ഇവിടെ പാരലൽ, ഈ രണ്ട് റെഡുകളാണ് ഇവിടെ പാരലൽ ലൈൻസ് എന്ന് അവർ തന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കത് തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ബി പി ബൈ പി സി. ബി പി എന്ന് പറയുന്നത് എന്താ? ഈ ബി പി അല്ലേ. ഈ ബി പി ബൈ പി സി എന്ന് പറയുന്നത് ഈ സൈഡ് ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. ബി ആർ എന്ന് പറയുന്നത് ബി ആർ, ഇത് ആർ പി എന്ന് പറയുന്നത് ആർ തൊട്ട് പി വരെയുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇതും ഈക്വലാണെന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡുകൾ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലേ? ഇതിന് മുമ്പത്തെ പ്രോബ്ലമൊക്കെ നമ്മൾ അത് വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ ആ ഒരു തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത് ആ ഒരു തിയറം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, എ സിക്ക് പാരലാണ് നമ്മുടെ ഈ പി ക്യു അല്ലേ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ട്രയാങ്കിൾ ഏതാ? എ ബി സി എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിൾ നമ്മൾ നോക്കാം. ആ വലിയ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ എ സിക്ക് പാരലല്ലേ ഈ പി ക്യു എന്ന് പറയുന്നത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പി ക്യു എന്ന് പറയുന്ന ലൈൻ ഈ വലിയ ട്രയാങ്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡിനെയും ബി സി എന്ന് പറയുന്ന സൈഡിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ? ഇല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്? വലിയ ട്രയാങ്കിൾ എ ബി സി കേട്ടോ. ഈ എ ബി സി വലിയ ട്രയാങ്കിളില്ലേ, അത് ട്രയാങ്കിൾ എ ബി സി അതെടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതുക ഇൻ ട്രയാങ്കിൾ എ ബി സി എ സി പാരലൽ ടു പി ക്യു അല്ലേ. ഈ എ സിയും പി ക്യും പാരലാണ്. സോ പി ക്യു കട്ട് എ ബി ആൻഡ് ബി സി ഇൻ സെയിം റേഷ്യോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പി ക്യു എന്ന് പറയുന്ന ലൈൻ നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ലൈനിനെയും സൈഡിനെയും ബി സി എന്ന് പറഞ്ഞ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഈ സൈഡിനെ ആദ്യം കട്ട് ചെയ്യുന്നത് എഴുതാം, ബി ക്യു ബൈ ബി ക്യു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ബി ക്യു ബൈ എന്തെഴുതാം? ക്യു എ അല്ലേ. ക്യു എ ഇസ് ഈക്വൽ ടു ഈ സൈഡോ ബി പി അല്ലേ. ഇവിടുന്ന് ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിൽ നമ്മൾ ഏതാണ്?
ഈ പച്ച ലൈനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ ബി തൊട്ട് പി വരെ. അപ്പോൾ ബി പി ബൈ പിന്നെ നമ്മുടെ അടുത്ത ഈ ബി പി കഴിഞ്ഞാൽ പിന്നെ പി തൊട്ട് സി വരെയുള്ളത് പി സി അല്ലേ. അപ്പോൾ ബി പി ബൈ പി സി. ഇവിടെ ഈ ഗ്രീൻ ലൈൻ വെച്ച് വേണം നിങ്ങൾ നോക്കാൻ കേട്ടോ. ബി ക്യു ബൈ ക്യു എ. അങ്ങനെ അത് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഇനി അടുത്ത നമുക്ക് വേറൊരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യാമല്ലോ. കൺസിഡർ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ ബി എ പി. ബി എ പി അതായത് ഈ ട്രയാങ്കിൾ ഇവിടം വരെയുള്ളൂ. ബേസ് ഏത് വരും? എ പി ബേസ് ആയിട്ട് വരുന്ന ഈ ട്രയാങ്കിൾ എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ ബി എ പി എന്ന് പറയുന്ന ഈ കഷ്ണം കേട്ടോ. ഈ കഷ്ണം നിങ്ങൾ നോക്കിയേ. അതും അതിൽ നോക്കിയേ, ഈ എ പി എന്ന് പറയുന്നതിന് പാരലൽ അല്ലേ ഈ ആർ ക്യൂ അല്ലേ. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? എ പി പാരലൽ ടു ആർ ക്യൂ അല്ലേ. അപ്പോൾ ഈ ആർ ക്യൂ എന്ന് പറയുന്ന ലൈൻ ഈ രണ്ട് സൈഡിനെ, ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഏതാ? ബി എയും ബി പിയും അല്ലേ. അതിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്കതങ്ങനെ എഴുതാം അല്ലേ. ആർ ക്യൂ കട്ട് ഏതൊക്കെ സൈഡാ? ഇവിടെ ബി തൊട്ട് എ വരെ ബി എ ആൻഡ് ഇവിടെയോ ബി തൊട്ട് പി വരെ ഉള്ളൂ അല്ലേ. നമ്മൾ ഈ ട്രയാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ ബി പി ഇൻ സെയിം റേഷ്യോ, അതിനെ നമ്മൾ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ബി ക്യു ബൈ ക്യു എ അല്ലേ. ക്യു എ അതായത് ബി ക്യു ബൈ ഇവിടെ നിങ്ങളുടെ ക്യു എ ഇസ് ഈക്വൽ ടു ഇവിടെയോ ബി ആർ ബൈ ഇവിടെ തൊട്ട് ഇവിടെ പിന്നെ ബി ആർ കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുള്ള ഈ കഷ്ണം ആർ പി. ബി ആർ ബൈ ആർ പി. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ ബി ക്യു ബൈ ക്യു എ എവിടെയുണ്ട്? ബി ക്യു ബൈ ക്യു എ എവിടെയുണ്ട്? അതെന്തിനും ഈക്വലാണ്? ബി പി ബൈ പി സിക്കും ഈക്വലാണ്, ബി ആർ ബൈ ആർ പിക്കും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇവർ രണ്ടുപേരും ഈക്വലാന്ന് എഴുതിയൂടെ. കാരണം ഈ ബി പി ബൈ ബി സി എന്ന് പറയുന്നത് ബി ക്യു ബൈ ക്യു എക്ക് ഈക്വലാണ്, ബി ആർ ബൈ ആർ പി എന്ന് പറയുന്നതും ബി ക്യു ബൈ ക്യു എക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഈക്വലാണെന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അടുത്ത ലൈനിൽ നമുക്ക് ബി പി ബൈ പി സി ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. കമ്പയറിങ് ഇക്വേഷൻ 1 and 2. അതിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് തന്നെയല്ലേ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാനും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു തിയറം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. അതിന് താഴെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൂൾസും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാനത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ആണ് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, അതുപോലെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, അവർ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ലൈൻ, അത് മൂന്നാമത്തെ സൈഡിന്, ഈ സൈഡിന് എന്തായിരിക്കും? പാരലലായിരിക്കും മാത്രമല്ല ഈ ലൈനിൻ്റെ പകുതിയായിരിക്കും ഈ ലൈൻ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്തു, ഇതിനെ ഞാൻ പി ക്യു എന്ന് പേര് കൊടുത്തു. അപ്പോൾ പി ക്യു എന്തായിരിക്കും? പാരലൽ ടു എ ബി. അത് മാത്രമല്ല പി ക്യു എന്ന് പറയുന്നത് ഹാഫ് എ ബിയുമായിരിക്കും. ഓക്കെ. അതായത് നമ്മളൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ അതിൻ്റെ മൂന്നാമത്തെ സൈഡിന് പാരലലായിരിക്കും. അതായത് ഇവിടെ നമ്മുടെ എ സിയുടെ മിഡ് പോയിൻറ്റ് പി, ബി സിയുടെ മിഡ് പോയിൻറ്റ് ക്യു, അവർ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ പി ക്യു കിട്ടി. ആ പി ക്യു എ ബിക്ക് പാരലലായിരിക്കും. മൂന്നാമത്തെ സൈഡ് എ ബി ആണല്ലോ ഈ ട്രയാങ്കിളിൻ്റെ, അതിന് പാരലലായിരിക്കും. ഇനി അത് മാത്രമല്ല ഈ പി ക്യു എ ബിയുടെ പകുതി ലെങ്ത്തും ആയിരിക്കും. ഇപ്പോൾ എ ബി 10 ആണെങ്കിൽ പി ക്യു 5 ആയിരിക്കും, എ ബി 6 ആണെങ്കിൽ പി ക്യു 3 ആയിരിക്കും, അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു തിയറം പറയുന്നത്, അതായത് ഒരു റൂള്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ. കുറേ പ്രോബ്ലം ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി വേറൊരു പോയിൻ്റ് പറയുന്നത്, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇഫ് ഇൻ എനി ട്രയാങ്കിൾ എന്താണ്? എ ലൈൻ ഡ്രോൺ ബൈ joining the
midpoints of any two sides will be parallel to the third side of the triangle and also its length is half the length of the third side. ഓക്കെ, ഞാനിവിടെ എഴുതി നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് ട്രയാങ്കിളിലെയും മിഡ് പോയിൻറ്റ്സ്, രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലലും ആ സൈഡിൻ്റെ പകുതിയുമായിരിക്കും. ഇതാണ് നമ്മളോട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, ഇനി ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡിന് പാരലലും ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റും ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ എ ബി സി വരയ്ക്കുകയാണ്. ഓക്കെ, സി ബിയുടെ മിഡ് പോയിൻറ്റും ഇതിന് പാരലലുമായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ ഇതാ, അത് മൂന്നാമത്തെ ലൈനിന് എന്തായിരിക്കും? ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലാണ് ജോയിൻ ചെയ്യാന്ന്. ഓക്കെ, അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? ഇൻ എനി ട്രയാങ്കിൾ a line drawn parallel to one side and from the midpoint any other side will be meet at the midpoint of the third side. അപ്പോൾ എന്താ പറയുന്നത്? ഏത് ട്രയാങ്കിളിലും ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കാൻ നമ്മളൊരു ലൈൻ പോകുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ സൈഡിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്നാണെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും വന്ന് എത്തുക. ഓക്കെ, അതായത് എ ബിക്ക് പാരലലായി ഞാൻ പി ക്യു വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എ ബിക്ക് പാരലലായിട്ട് പി ക്യു വരയ്ക്കാനായിട്ട് നമ്മൾ ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്തു. ക്യൂ എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻ്റാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരച്ച് നമ്മൾ ഇവിടെ എത്തുമ്പോൾ അത് എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും മീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഇതിൻ്റെ പാരലലായിരിക്കും, ഇതിൻ്റെ ഈ ലെങ്ത്തിൻ്റെ ഹാഫും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തിയറാണ്, റൂളുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 53 വരുന്ന പ്രോബ്ലമാണ്. അതിൽ ഇൻ ദ പിക്ചർ ദ മിഡ് പോയിൻ്റ് ഓഫ് ട്രയാങ്കിൾ ആർ ജോയിൻ ടു ഫോം എ സ്മോളർ ട്രയാങ്കിൾ. അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഫോർ എക്സാമ്പിൾ നമുക്കതിനൊരു പേര് കൊടുക്കാം. അതായത് എ ബി സി ഇങ്ങനെ പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ വലിയ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റുകൾ ഇതൊക്കെയാണല്ലോ. എ ബിയുടെ മിഡ് പോയിൻ്റ് ഇത്, ബി സിയുടെ മിഡ് പോയിൻ്റ് ഇത്, എ സിയുടെ മിഡ് പോയിൻ്റ് ഇത്. ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രീൻ ട്രയാങ്കിളും കൂടെ വരച്ചിട്ടുണ്ട്. അതാണ് ഈ സ്മോളർ ട്രയാങ്കിളിന് ഉള്ളിൽ ഇൻസൈഡ് എന്ന് പറയുന്നത്. അതായത് വലിയ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്? ഈ കുഞ്ഞ് പച്ച ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പേര് കൊടുക്കാം, പി ക്യു ആർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ എത്ര, ഹൗ മെനി ടൈംസ് ആണ് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ എത്ര, ഹൗ മെനി ടൈംസ് ആണ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന്. അതായത് ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ എത്ര മടങ്ങാണ് എ ബി സിയുടെ, പി ക്യു ആറിൻ്റെ പെരിമീറ്ററിൻ്റെ എത്ര മടങ്ങാണ് എ ബി സിയുടെ പെരിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ എന്താണ്, ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ടല്ലേ ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ എത്ര ടൈംസ് ആണ് അല്ലെങ്കിൽ എത്ര മടങ്ങാണ് നമ്മുടെ വലിയ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സൈഡുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നത് തന്നെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പെരിമീറ്റർ ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ എന്തായിരിക്കും? ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി പ്ലസ് സി ബി അല്ലേ, ഈ മൂന്ന് സൈഡും കൂട്ടിയതല്ലേ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതിക്കൂടെ? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി അല്ലേ, എ ബി
AC BC ഈ 3 സൈഡും കൂട്ടിയതാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന മറ്റേ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫായിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ AC-യുടെ പകുതി ആയിരിക്കില്ലേ ഈ PQ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതുപോലെ AB എന്ന് AB-യുടെ പകുതി ആയിരിക്കും ആര് ഈ RQ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരച്ചതിൽ കുറച്ച് ചെരിവൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു പകുതിയായിട്ട് തോന്നില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും എന്താണ്? AC-യുടെ പകുതിയായിരിക്കും PQ, അതുപോലെ AB-യുടെ പകുതിയായിരിക്കും അതിൻ്റെ പാരലലായിട്ട് വന്ന RQ, അതുപോലെ തന്നെ BC-യുടെ പകുതിയായിരിക്കും PR. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ AB-യുടെ അവിടെ നമുക്ക് എന്ത് എഴുതാം? AB-ക്ക് പാരലലായിട്ട് വന്നത് RQ അല്ലേ. അപ്പോൾ നമുക്ക് AB-ക്ക് പകരം RQ 2 ടൈംസ് RQ എന്ന് എഴുതാം അല്ലേ. 2RQ 2, അതായത് എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അല്ലെങ്കിൽ PQ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാം? ഹാഫ് AB ആണെന്ന് എഴുതാം. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ PQ എന്ന് പറയുന്നത് ഹാഫ് AB എന്ന് എഴുതാം, അല്ലെങ്കിൽ 2RQ ആണെന്ന് എഴുതാം ABക്ക് പകരം. ഓക്കെ. AC എന്തായിരിക്കും? AC എന്ന് പറയുന്നത് 2PQ ആയിരിക്കും. 2PQ പ്ലസ് BC എന്തായിരിക്കും? BC എന്ന് പറയുന്നത് 2PR ആയിരിക്കും അല്ലേ. ഇനി ഇതൊക്കെ നമുക്ക് 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ RQ പ്ലസ് PQ പ്ലസ് PR അല്ലേ. അതായത് ഈ RQ പ്ലസ് PQ പ്ലസ് PR എന്ന് പറയുന്നതല്ലേ RQ, ഇത് RQ, ഇത് PQ, ഇത് PR. അത് ആരുടെ ഇതിൻ്റെ എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് PQR ആയിരിക്കുമല്ലോ. പെരിമീറ്റർ ഓഫ് ABC എന്ന് പറയുന്നത് നമ്മളിവിടെ ABC എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിൽ ഇതിന് പകരമാണ് നമ്മളിത് കൊടുത്തത് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ABC എന്ന് പറയുന്നത് 2 ടൈംസ് RQ പ്ലസ് PQ പ്ലസ് PR, അതായത് 2 ടൈംസ് PQR അല്ലേ. PQRൻ്റെ ഇത് എന്ന് പറയുന്നത് PQRൻ്റെ എന്താണ്? 2 ടൈംസ് PQRൻ്റെ പെരിമീറ്റർ അല്ലേ. അതിൻ്റെ 3 സൈഡ് ആഡ് ചെയ്തെന്ന് പറഞ്ഞത് PQRൻ്റെ പെരിമീറ്റർ അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ABC എന്ന് പറയുന്നത് 2 ഇൻറ്റു എന്താണ്? പെരിമീറ്റർ ഓഫ് PQR. ഇത് PQRൻ്റെ പെരിമീറ്ററാണ്, അതിൻ്റെ എല്ലാ സൈഡും കൂട്ടിയത് അല്ലേ. അപ്പോൾ 2 ടൈംസ് അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും എന്ത്? പെരിമീറ്റർ ഓഫ് ABC എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ PQRൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് അബൌട്ട് ദർ ഏരിയാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ, അതായത് ABCയുടെ ഏരിയയും PQRൻ്റെ ഏരിയയും എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ നോക്കി, ഈ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലേ ഈ ട്രയാങ്കിളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് PQRA എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതൊരു എന്താണ്? ഒരു പാരലലോഗ്രാം പോലെ നമുക്ക് തോന്നുന്നില്ലേ. അതായത് ഈ 2 ട്രയാങ്കിളുകൾ നമുക്ക് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ഇതിലെ എല്ലാ ട്രയാങ്കിളുകളും ഈക്വൽ ആയിരിക്കും. നോക്കി നിങ്ങൾ, ഇവിടെ എന്ന് പറയുന്നത് PAയും അതുപോലെ QR-ഉം ഈക്വൽ ആവില്ലേ? കാരണം എന്താ? ഇതിൻ്റെ മിഡ് പോയിൻറ്റുകളല്ലേ ഇവർ രണ്ടുപേരും. അപ്പോൾ എന്തായാലും PAയും QR-ഉം ഈക്വൽ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ARഉം A തൊട്ട് R വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ? ഈ AC-യുടെ പകുതിയല്ലേ. ഈ AC-യുടെ പകുതി എന്ന് പറയുന്നത് PQ തന്നെയല്ലേ. നമുക്കറിയാം അല്ലേ, AC-യുടെ പകുതി ആയിരിക്കും ഈ 2 മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന PQ. അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ PQവും ARഉം ഈക്വൽ ആയിരിക്കും. പിന്നെ നോക്കിയേ, Pയും Rഉം കോമൺ സൈഡല്ലേ ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ഈ 2 ട്രയാങ്കിൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇതിലെ സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് കൊടുത്തിട്ടില്ല, അതിലെ സെക്കൻഡ് കേസിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൺസിഡർ ഏത് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ ട്രയാങ്കിൾ PARഉം അതുപോലെ ഈ ട്രയാങ്കിളും, അതായത് PQRഉം കൺസിഡർ ചെയ്യാം. PAR എന്ന് പറയുന്നത് ഇത്, PQR എന്ന് പറയുന്നത് ഈ ഗ്രീൻ ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നോക്കിയേ, ഈ സൈഡുകൾ PA is equal to QR അല്ലേ. PAയും QRഉം പാരലലാണ്, അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അതുപോലെ തന്നെ PQ ഈക്വൽ ടു PQയും ARഉം ഈക്വലാണ് അല്ലേ. AR ഈക്വലാണ്, കാരണം ഇതിൻ്റെ പകുതിയാണ് PQ. അപ്പോൾ ഇതിൻ്റെ പകുതി തന്നെയാണ് AR, കാരണം AR എന്ന് പറയുന്നത് AC-യുടെ പകുതിയാണ്. അപ്പോൾ ഈ AC-യുടെ പകുതി തന്നെയാണ് ഈ PQ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ഈക്വലാന്ന് കിട്ടി. അതുപോലെ തന്നെ PRഉം ഇതിൽ കോമൺ അല്ലേ. അപ്പോൾ PR is equal to PR. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലേ. ആരൊക്കെ? ട്രയാങ്കിൾ PAR ആൻഡ്
ട്രയാങ്കിൾ പി ക്യു ആർ. അവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവരുടെ ഏരിയയും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ അവരുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും. സോ ദെയർ ഏരിയാസ് ഓൾസോ ഈക്വൽ. അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, ഈ ട്രയാങ്കിളുകളും കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതും നമുക്ക് ഇതുപോലെ തന്നെ പ്രൂഫ് എഴുതാൻ പറ്റും. എന്നിട്ട് അവർ രണ്ടുപേരും ഈക്വലാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളുകളും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇതേ പ്രൂഫ് തന്നെ നമുക്കതിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആർ സി പി ക്യു ഈക്വലാണെന്ന് എഴുതുക. അതുപോലെ തന്നെ പി ആറും ക്യു സിയും ഈക്വലാണെന്ന് എഴുതുക. ക്യു ആറും സെയിം സൈഡ് അല്ലേ, അത് കോമൺ സൈഡ് എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണെന്ന് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ഈ ഗ്രീനും ഇതും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ രണ്ട് സൈഡ് പി ബിയും ആർ ക്യൂവും ഈക്വലാണ്, ബി ക്യൂവും പി ആറും ഈക്വലാണ്, പി ക്യു കോമൺ സൈഡാണെന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണെന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഇതിലെ 4 ട്രയാങ്കിൾസും എന്താണ്? ഈക്വലാണ്, ഈക്വൽ ഏരിയാസുമാണ് അല്ലേ? അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 4 ടൈംസ് ആയിരിക്കും അല്ലേ? ഇങ്ങനത്തെ ഒരു 4 ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടിയതായിരിക്കുമല്ലോ ഈ വലിയ എ ബി സിയുടെ ഏരിയ. സോ നമുക്കതിന് എന്ത് എഴുതാം? സോ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 4 ടൈംസ് ദ ഏരിയ ഓഫ് പി ക്യു ആർ, ട്രയാങ്കിൾ പി ക്യു ആർ. അതായത് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ 4 ടൈംസ് ആയിരിക്കും എന്ത്? ഈ വലിയ എ ബി സിയുടെ ഏരിയ. കാരണം ഇത് ഓരോ ട്രയാങ്കിൾ വെച്ച് നമ്മളിത് രണ്ടും എല്ലാം ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ആദ്യത്തെ ഈ സെറ്റ് എടുക്കുക, പിന്നെ ഈ 2 സെറ്റ് എടുക്കുക, പിന്നെ ഈ 2 സെറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈക്വലാണെന്ന് കിട്ടും. അപ്പോൾ എല്ലാ ട്രയാങ്കിളുടെ ഈക്വൽ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ ട്രയാങ്കിളുടെ എത്ര ടൈംസ് ആണ് വലിയ ട്രയാങ്കിളുടെ ഏരിയ എന്നാണ്. അപ്പോൾ അതെന്തായിരിക്കും? 4 ടൈംസ് ആയിരിക്കും അല്ലേ? അപ്പോൾ 4 ടൈംസ് ദ ഏരിയ ഓഫ് പി ക്യു ആർ ആയിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അടുത്തത് പേജ് നമ്പർ 53 വരുന്ന സെക്കൻഡ് പ്രോബ്ലമാണ്. അതിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 2 3. ഇതിൽ ഫുള്ള് റെഡ് കൊണ്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്രയാ? 3 6 9 പാർട്ടുകൾ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ പിക്ചറിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഇതിൽ ഈ പേപ്പറിൻ്റെ ഏരിയ, ഇപ്പോൾ ഇത് റെഡ് കളർ കൊടുത്തതിന് റെഡ് പേപ്പറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ റെഡ് പേപ്പറിൻ്റെ ഈ ട്രയാങ്കിളിൽ വരുന്നൊരു പീസായി നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്ര ഫ്രാക്ഷനാണ് ബാക്കി ഈ റെഡ് പേപ്പർ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കണേ. അല്ലാതെ എത്ര ഫ്രാക്ഷനാണ് കട്ട് ചെയ്തതെന്നല്ല ചോദിച്ചിരിക്കണേ. കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് 1/4 എന്ന് എഴുതാം ഇതിൽ. കാരണം 1 2 3 4 ഒരേ സൈസുള്ള പീസുകളാണല്ലേ ഇതിലുള്ളത്. അപ്പോൾ അതിൽ കട്ട് ചെയ്തതാണ് ചോദിച്ചതെങ്കിൽ 1/4 എന്ന് എഴുതാം. പക്ഷെ നമ്മളോട് കട്ട് ചെയ്യാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ പേപ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേപ്പർ ഇവിടെ റെഡ് കളറിലുള്ളത് പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആ റെഡ് കളറിൽ വൈറ്റ് കാണുന്നത് ആ ഒരു റെഡ് പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ബാക്കി അവിടെ റെഡ് പേപ്പർ എത്രയുള്ളത്? 3/4 അല്ലേ? നമ്മൾ ഫ്രാക്ഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടുപിടിച്ച് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 3/4 ആണ് ആൻസർ വരിക. കാരണം ഇതിൽ 4 പീസുകളുണ്ട് അല്ലേ? 1 2 3 4. ഈ കട്ട് ചെയ്ത് കളഞ്ഞതടക്കം 4 പീസ് ഉണ്ട്. അതിൽ 3 പീസാണ് ഏത്? റെഡ് കളറുള്ളത്, എന്നുവെച്ചാൽ റെഡ് പേപ്പറുള്ള ഭാഗം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇതിൽ നോക്കാം. ഇതിൽ നോക്കി നിങ്ങൾ, ഇതിൽ നമുക്ക് ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഒരേപോലത്തെ ട്രയാങ്കിൾസ് വേണം അല്ലേ? ഇതൊക്കെ ഓക്കെ, എല്ലാം ഒരേപോലത്തെ ട്രയാങ്കിൾ. അതാ ഇതേ സൈസൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഒരേ സൈസുകളാണ് വരുന്നത് അല്ലേ? ഇതൊക്കെ ഒരേ സൈസിലുള്ള ട്രയാങ്കിൾസാണ്. പക്ഷേ ഈ നടുക്കിലത്തെ ട്രയാങ്കിൾ നോക്കൂ, ഈ നടുക്കിലത്തെ ട്രയാങ്കിൾ ഒരേ സൈസ് അല്ലല്ലോ, അല്ല. അപ്പോൾ നമുക്കതിനൊരു ഒരേ സൈസുള്ള ട്രയാങ്കിളാക്കി മാറ്റാനായിട്ട് നമുക്കതവിടെ ജോയിൻ ചെയ്ത് വരച്ചാൽ അങ്ങനെ ആവില്ലേ? നോക്കിയേ, ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇത്, ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇത്, ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് നോക്കൂ. ജോയിൻ ചെയ്ത് വരച്ചു. ഇപ്പോൾ നോക്കിയേ, ഈക്വൽ പീസുകളായിട്ടുള്ള ട്രയാങ്കിൾസായി മാറിയല്ലോ അത്. അപ്പോൾ ഇതിലിനി എത്ര ട്രയാങ്കിൾസ് ടോട്ടൽ ഉണ്ടെന്ന് നമുക്കാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ എത്ര റെഡ് ഉണ്ട് എന്നാണ്, അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ്. അപ്പോൾ റെഡ് ഉള്ളത് 9 ആണെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര പീസിൽ 9 ആണെന്ന് അറിയണം അല്ലേ? അതായത് ഔട്ട് ഓഫ് എത്ര ട്രയാങ്കിളാണ് 9 പീസ്
റെഡ് കളർ പേപ്പർ ഉള്ളതെന്ന് നമുക്കറിയണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും ഈക്വലാക്കി. നേരത്തെ നടുക്കിലത്തെ ഈക്വൽ ആയിരുന്നില്ല ട്രയാങ്കിൾ. ഇപ്പോൾ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഇപ്പോൾ എത്ര ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ട്രയാങ്കിൾസ് ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങൾ എണ്ണിയാലും മതി. ഈ ട്രയാങ്കിൾ എത്ര ഉണ്ട്? 1 2 3 4 എണ്ണം ഉണ്ട് അല്ലേ. പിന്നെ 5 6 7 8 9, അടിയിൽ 10 11 12 13 14 15 16 16 ട്രയാങ്കിൾസ്. അപ്പോൾ ഔട്ട് ഓഫ് ഈ 16 ഒരേ സൈസിലുള്ള 16 ട്രയാങ്കിൾസിൽ എത്ര റെഡ് കളർ പേപ്പറിലുള്ള ട്രയാങ്കിൾ ഉണ്ട്? ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് വൈറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ 9 എണ്ണം 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 പീസാണ് എന്തുള്ളത്? പേപ്പറുള്ള പാർട്ട്. നമ്മളോട് ഈ പേപ്പറുള്ള പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് പേപ്പറുള്ള പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിലധികം കൺഫ്യൂഷനൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി.